എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് വ്യത്യാസമുള്ള ഒരു പുട്ടാണ്. കപ്പ ഉപയോഗിച്ചിട്ടുള്ള പുട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. സാധാരണ കപ്പ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന എല്ലാ റെസിപ്പികളിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള ടേസ്റ്റാണ് കപ്പപ്പുട്ടിൻ്റേത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പപ്പുട്ടുണ്ടാക്കുന്നത് ഇനി എങ്ങനെയാണെന്ന് നോക്കാം. പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി ഇടത്തരം വലിപ്പമുള്ള ഒരു കപ്പ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ക്യാരറ്റ് ഹൽവ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ നാര് ഒഴിവാക്കിയിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അഥവാ ഇനി കുറച്ച് നാരുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കഴുകുന്ന സമയത്ത് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര വലുപ്പത്തിലാണ് ഗ്രേറ്റ് ചെയ്തതെന്ന് മനസ്സിലാകും. ഏകദേശം 2.5 കപ്പ് അളവിലാണ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കപ്പ കിട്ടിയിരിക്കുന്നത്. 3-4 പ്രാവശ്യമായിട്ട് കപ്പ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. സാധാരണ കപ്പ വേവിക്കുമ്പോൾ തിളപ്പിച്ചതിൻ്റെ കട്ട് കളയാറുണ്ട്. ഇതങ്ങനെ തിളപ്പിക്കാത്തതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വേണം ഇതിൻ്റെ കട്ട് കളഞ്ഞെടുക്കാൻ. കപ്പ ഗ്രേറ്റ് ചെയ്തത് ഇവിടെ 4 പ്രാവശ്യമായിട്ടാണ് കഴുകിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കളയാം. കപ്പ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നാരൊക്കെ അതിലേക്ക് വീഴും. അത് ഇതുപോലെ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് പൊങ്ങി വരും. അതൊന്ന് എടുത്തു മാറ്റാം. 2.5 കപ്പ് ഗ്രേറ്റ് ചെയ്ത കപ്പ നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ കുറച്ച് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇത് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇവയും ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കപ്പ വേവിക്കുമ്പോൾ ചേർക്കുന്ന എല്ലാ കൂട്ടുകളും ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് അരിപ്പൊടിയാണ്. 3/4 കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ അരിപ്പൊടി ഇട്ടിതൊന്ന് പുട്ടിൻ്റെ പരുവത്തിൽ നനച്ചെടുക്കാം. കപ്പയിലെ വെള്ളം കളഞ്ഞെടുക്കുന്നതിൻ്റെ വ്യത്യാസം അനുസരിച്ച് അരിപ്പൊടി ചേർക്കുന്നതിൽ മാറ്റം വരും. നല്ലവണ്ണം വെള്ളം കളഞ്ഞിട്ടുണ്ടെങ്കിൽ 3/4 കപ്പ് അരിപ്പൊടിയുടെ ആവശ്യമില്ല. ഞാനിവിടെ 3/4 കപ്പ് അരിപ്പൊടിയായിരുന്നു എടുത്തിരുന്നത്. അത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെയൊന്ന് ചെയ്തെടുക്കണം. ഉള്ളിയും മുളകും തേങ്ങയും കറിവേപ്പിലയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരും. പുട്ടിൻ്റെ കറക്റ്റ് പാകം അറിയാൻ ഇതുപോലെയൊന്ന് കൂട്ട് പ്രസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. അതിനുശേഷം ഇതുപോലെ വിട്ട് കിടക്കുകയും വേണം. കപ്പപ്പുട്ടിനുള്ള കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പുട്ടുകുറ്റിയിലേക്ക് മാറ്റാം. കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം കുറച്ച് പുട്ടിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെ കുറച്ച് തേങ്ങയും കുറച്ച് പുട്ടിൻ്റെ കൂട്ടും മാറി മാറിയിട്ട് പുട്ടുകുറ്റിയിൽ നിറയ്ക്കാം. രാവിലെയോ വൈകുന്നേരമോ രാത്രിയിലോ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് ഈ കപ്പപ്പുട്ട്. ഇതിന് കോമ്പിനേഷനായിട്ട് ഇറച്ചിക്കറിയോ മീൻ കറിയോ കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ കപ്പപ്പുട്ട് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. കപ്പയും അരിപ്പൊടിയും കൂടെ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് വ്യത്യാസമുള്ള ടേസ്റ്റാണ് കിട്ടുന്നത്. സാധാരണ അരിപ്പുട്ടിൻ്റെയോ കപ്പ വേവിച്ചതിൻ്റെയോ ഒരു ടേസ്റ്റല്ല ഇതിന് വരുന്നത്. ഇതുപോലെ കപ്പപ്പുട്ട് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു പ്രഷർ കുക്കറിൽ വെള്ളം വെച്ചിരുന്നു. അത് ഇപ്പോൾ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് പുട്ടുകുറ്റി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. പുട്ടിൻ കുറ്റിയിൽ നിന്ന് ആവി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 10 മിനിറ്റ് വേവിക്കുന്നുണ്ട്. പുട്ടിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ പുട്ട് വെന്തോ എന്ന് മനസ്സിലാകും. കപ്പയൊക്കെ ഇവിടെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പപ്പുട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.